നമസ്കാരം. ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് മൂന്നാർക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ഔട്ട്ഫിറ്റ് ആണിത്. ഔട്ട്ഫിറ്റേ അപ്പൊ ചെക്കന്മാരെ കാണിച്ചാൽ നമ്മുടെ റിച്ചു ഉണ്ട്, ആദിലുണ്ട്, ഷാഹിദ് ഉണ്ട്, റൌഫ് ഉണ്ട്, അപ്പൊ മുർഷീദ് ഉണ്ട്. ബാസിലിന്റെ ഔട്ട്ഫിറ്റ് നോക്കൂ, കീറിയ പാന്റ്. ഔട്ട്ഫിറ്റ് അല്ല ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് അങ്ങനെ പറയണ്ട. ഡ്രസ് നോക്കൂ, കീറിയ പാന്റ്. ചെക്കന്മാർ റൌഫ് വാടകയ്ക്ക് ഇറക്കിയ സാധനങ്ങളാണ്. ഇപ്പൊ തലയിലിരിക്കുന്ന തൊപ്പിന്റെ പിന്നെ ആയിരിക്കണ സ്പീക്കർ വേറെ ആളുടെ. ഞങ്ങൾ മൂന്നാറ് സ്ഥലം വാങ്ങുമ്പോഴുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാണ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടാ. നമുക്ക് മൂന്നാർക്ക് പോകാനുള്ള വണ്ടിയാണിത്. അതുകാല ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്, ചുക്ക് ചുക്ക് വണ്ടി. അപ്പൊ നമുക്കുള്ള സാധനങ്ങളൊക്കെ കയറ്റാട്ടാ. നമുക്ക് അവിടെയൊക്കെ പോയിട്ട് നെയ്ച്ചോറ് വെക്കാനാണ്. അപ്പൊ അതിനുള്ള അരി സാധനങ്ങളൊക്കെ ഇതാ. പിന്നെ വെള്ളം കുപ്പി ഇതാ അവിടെ ഉണ്ട്. ഇല്ല വെള്ളം കുപ്പി അവിടെ ഉണ്ട്. ഇനി ഇത് ഓരോരുത്തനായിട്ട് വണ്ടി കയറ്റണോട്ടാ. ഗൾഫിക്ക് പോണ എന്താ ഉരുട്ടണ്ടൊക്കെ ആയിട്ട് ഓരോരുത്തന്മാരുള്ളത് കിട്ടാം. നിശാഖൊക്കെ ഗൾഫിക്ക് പോണ ഉരുട്ടണ വണ്ടി ആയിട്ടാ വന്നേക്കണേ. കണ്ടാ എന്താണ് അപ്പൊ അയച്ചോട്ടാ. ഇന്റെ ബാഗൊക്കെ അവിടെ. വെള്ളമൊക്കെ വണ്ടിയുള്ളിൽ കയറ്റണോട്ടാ. വെള്ളം ഓരോന്നായിട്ട് കയറ്റണം. ഓഫൊക്കെ ഏത് മോഡലേതാ കണ്ണുമുട്ടന്മാരെ നാളെ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ടൂർ തുടങ്ങിയതിന് മുമ്പുള്ള പടക്കം പൊട്ടിക്കലും മേശപ്പ് കത്തിക്കലാട്ടാ. ഒരു മിനിറ്റ് വീഡിയോ എടുക്കട്ടെ. ഇവിടുന്ന് മാറാ. എന്നിട്ട് ഇത് കത്തിക്കും. ആ ചേട്ടനോട് എടുപ്പിക്കാം. നമുക്ക് എടുക്കാനല്ലേ? കൈവള്ളിയാ പാട്ട് വെച്ചപ്പോ എല്ലാരും പവറായി. വണ്ടിക്ക് കയറാൻ പോവാണ് ഗൈസ്. ഇപ്പം നമ്മൾ വണ്ടിക്ക് ഇന്ധനം അടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. സൗണ്ടൊക്കെ ഇപ്പം തന്നെ പോയി. പിന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കണം. അതിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് അയക്കുക. ഫോട്ടോ എടുത്ത് പടക്കണേ നമുക്ക്. നമ്മൾ അത്താണി റൂട്ടാണ്. അത്താണി റൂട്ട് റൂട്ടല്ലേ. നമുക്കൊരു ഫോട്ടോ എടുത്ത് പടക്കണം. സൗണ്ടൊക്കെ പോയി. വണ്ടി സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഡാൻസ് റോഡിലും പമ്പിലും നമ്മൾ ഡാൻസ് കളിച്ച് പവർ ആക്കണം. അല്ലാതെ നമ്മൾ ട്രിപ്പിലാണ് പോകുന്നത്. നേരം വിളിക്കണേന്ന് മുമ്പ് എണിച്ചൂട്ടെ. നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് കേട്ടാ. നേരെ ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ള കേട്ടോ.
ഇപ്പൊ തന്നെ ചായ കുടിക്കണം കേട്ടോ നമുക്ക്, എന്നിട്ട് ബാക്കിയുള്ള യാത്ര തുടങ്ങാം. ഒരു ചായ പറയുമോ? ഒരു ചായ ഒരു ചായ ഞാൻ ബൂസ്റ്റ് ചായ എടുക്കട്ടെ. സംഭവം ചെറുതായി പ്രശ്നം, പാലിൽ ചെറുതായിട്ട് പുളിയുണ്ട്. കട്ടൻ ചായ കിട്ടീട്ടാ. എന്താ ഇവിടെ എത്തുമ്പോ ചായ കളഞ്ഞാ? ചായ 5 മണിയാകുമ്പോ നമ്മള് വീണ്ടും ചെയ്യാട്ടോ. നമ്മളിപ്പോ ഒരു റൂമിൽ ഡ്രസ്സ് മാറാനും ഫ്രഷ് ആവാനും വേണ്ടിട്ട് കയറാൻ പോയിട്ടാ. മുകളിലത്തെ റൂമിലാന്നാട്ടാ പറഞ്ഞത്. ഏതായാലും അവിടെ പോയിട്ട് ഞാൻ ഡ്രസ്സും ഇതൊക്കെ മാറാം. നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിലാട്ടാ. ഏതായാലും നമുക്ക് ഈ ബാഗ് ഏറ്റാ 3 ആൾക്കാരാട്ടാ. ഇതിപ്പോ റൂം തപ്പിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോ. നമ്മുടെ റൂം നമ്പർ എത്ര? റൂം നമ്പർ എത്ര നോക്കണ? നേരില്ല, അതൊരു മണിക്കൂറല്ലേ ഉള്ളൂ. അതൊരു മണിക്കൂറാണ് റൂമുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഫ്രഷ് ആവും. 2 റൂമാണ്, 19 പേർക്ക് 2 റൂം. നമ്മുടെ ചെക്കന്മാരൊക്കെ വരുന്നിട്ടാ. കിഴക്കായിട്ട് നടപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. 2 റൂം. 2 റൂമുണ്ട്. ഇതൊരു റൂം ഇവിടെ, അടുത്ത റൂം ഇതാ. ഇതാണിപ്പോ നമ്മുടെ റൂം. ബേഗിടല്ലേ, ഇതാണ് നമ്മുടെ റൂം. അപ്പൊ അടുത്ത റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം. ഇവിടുത്തെ ബാത്റൂം ഒക്കെ എങ്ങനെ കാണിച്ചു തരാം. ഒന്നിറങ്ങും. ഒരാൾ ബാത്റൂം, ഞങ്ങൾക്ക് ബാത്റൂമും കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മള് ഒരു ഹോട്ടലിൽ മുറി എടുത്തേക്കാണ് ഒരു മണിക്കൂറിന്. ഷാഹിദ് ആദ്യമായിട്ട് ബെഡ് കാണുന്നു. ഫ്രണ്ട്സ്, നമ്മളെ മൂന്നാർക്കുള്ള പോസ്റ്റ് മാർട്ടല്ലേ, നമ്മള് ഡ്രസ് മാറിൽ കഴിഞ്ഞാൽ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. എല്ലാരും ഡ്രസ്സൊക്കെ മാറി സെറ്റായി നിൽക്കുന്നുണ്ടാ. പല ഡ്രസ് അപ്പുറത്തെ റൂം ചെക്കന്മാര് ഡ്രസ് മാറി ഒന്ന് പോയി നോക്കാട്ടാ. ചെക്കന്മാര് അവര് ഡ്രസ് മാറി സെറ്റായി നിൽക്കുന്നുണ്ട്. ചെക്കൊക്കെ ഏതാ ലുക്കില്ലേ, ഏതാ ലുക്ക്. ഞാൻ ക്യാമറയുടെ പെടാണ്ട് ഓടാൻ നോക്കടാ. ബോക്സിൽ പാട്ടിന്റെ എല്ലാ കാര്യം നമ്മളെ മുതലിനാണ് ഏൽപ്പിച്ചേക്കുന്നിട്ടാ. നമ്മള് റൂമിൽ നിന്ന് പോവാട്ടാ. നമ്മളെ റൂമിൽ നമ്മള് തിരിച്ച് അവർക്ക് തന്നെ ചാവി കൊടുത്തിട്ട് നമ്മളെ ഡ്രസ്സ് ബാഗൊക്കെ എടുത്ത് നമ്മളിന്ന് പോവാണെങ്കിൽ നമ്മൾ നേരെ മൂന്നാറ്, പിന്നെ കഴിഞ്ഞ എടുക്കാണ് പോണേ വട്ടവട, പിന്നെ എങ്ങനെ പോണേ വീട്. അങ്ങോട്ടൊക്കെ പോവാണേ. അപ്പം ചെക്കന്മാരൊക്കെ അതിൽ വെയിറ്റിംഗ് ആട്ടെ, നമുക്ക് വേഗം ചെല്ലാം. ഞാൻ മാത്രം ഡ്രസ്സൊക്കെ മാറിയേണ്ട ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാട്ടോ. രാവിലെ തന്നെ ആയിട്ട് തന്നെ റൂം സെറ്റായിട്ടുണ്ട്. കുഴപ്പമില്ല, കുറച്ച് വേണ്ട, അത് വേദിക്കണ്ട. അങ്ങനെ ഫുഡ് വന്നു കേട്ടോ. പൊറാട്ടയും വെള്ളപ്പം പൊറാട്ടയും. അതാണ് സാധനം. ഫസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞൊക്കെ എന്തൊക്കെ ആർക്കും മനസ്സിലായി. ഫസ്റ്റ് പൊറോട്ട ഇട്ടില്ല. കുറുമക്കറി, അതുപോലെ തന്നെ മുട്ടക്കറി. അതാണ് കറിയുടെ മുട്ടക്കറി കിട്ടണം. അപ്പൊ അതാണ് സംഭവം. ഒരു മുട്ടയും അത്യാവശ്യം കറി. അടുത്ത കാര്യം നമ്മളൊരു ചായ പറഞ്ഞിട്ട് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം വെച്ചാൽ അടിമാലി. കാസർഗോഡ് ജില്ല നമ്മൾ വരും 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി മൂന്നാർക്ക് എത്താൻ. അപ്പൊ അങ്ങനെ നമ്മള് മൂന്നാർ എത്തിയിരിക്കുന്നു. മൂന്നാറത്തെ ചേച്ചിയമ്മയുടെ വീടാണിത്. മൂന്നാറത്തെ ചേച്ചിയമ്മ കുറച്ച് മൂന്നാറത്തെ ചേച്ചിയമ്മയുടെ വീടാണ് കാണുന്നത്. അതുപോലെ തണവുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണവുണ്ട്. സുഖല്ലേ? ഓരോ ഇറക്കം കഴിഞ്ഞിട്ട് വരികയാണ്.
പാർക്കൊക്കെ ഫ്രീ ആട്ടാ, ഇവിടെ ഓപ്പൺ ആയിട്ട്. എന്നാലും നമുക്ക് കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. നമുക്ക് അതേമാതിരി ഫോട്ടോ ഒക്കെ എടുക്കാം. അടുത്ത ബ്ലോഗർ അവിടെ കിട്ടും, ചെറിയ ബ്ലോഗർ. നമുക്ക് പറഞ്ഞേ ഹലോ ഗൈസ്, അതൊപ്പം കൈ പിടിക്കാൻ നമുക്ക് എടുത്തതാ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത് ഫോട്ടോഷൂട്ട്. ഇനി ഇവിടെ എന്തിനായിട്ട് ഫോട്ടോഷൂട്ട് അതൊക്കെയാണ്. ഇവിടെ പാർക്ക് ഓപ്പൺ ആയിട്ടില്ല, ഇവിടെ കാണാൻ മാത്രമായിട്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഒന്നും അങ്ങനെ ഇല്ല. ഇവിടെ കുറെ തേയില തോട്ടമുണ്ട്. ബസ്സിലൊക്കെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താലോ, അവിടെ നിന്ന് ഒരു ഫോട്ടോ പടക്കാം ചോദിക്കാം. ഇനി കാണാൻ പോകുന്നത് അസ്ലാം ഫോട്ടോഷൂട്ട്. കണ്ട എന്താ ഒരു ആറ്റിറ്റ്യൂഡ്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇനി കാണാൻ നല്ല സ്ഥലത്ത് ഞങ്ങൾ വണ്ടി എടുത്ത് പൊളി ഒരു ഡാൻസ് കളിക്കാം. അവിടെ നിന്ന് ഡാൻസ് കളിക്കാം. ഇവിടെ ഡാൻസ് കളിച്ചാലോ, ഒരു ഡാൻസ് കളിച്ചാലോ ഇവിടെ നിന്നിട്ട്. സെന്റിന് 2 ലക്ഷം വെച്ചിട്ട് അതിന്റെ കാണാൻ തയ്യൽ തോട്ടം ഈ കിണന്ന് മൊത്തം അതിന്റെ ആണ്. പക്ഷെ ഇതിലിപ്പോ പകുതി ഇപ്പൊ കൊടുത്തേക്കാണ്. അല്ല അത് 5 സെന്റ് ഉള്ളു. 5 സെന്റ് ഉള്ളു. എന്റെ വീട്ടില് ഓടിയുണ്ട്, ബെൻസ് ഉണ്ട്. പക്ഷെ ചിക്കൻ കൊണ്ടുവരൊക്കെ ഓടിയല്ലേ ഈ ലോകം വിടില്ല. ഇവിടെ എന്താണ് ടൂണിലാട്ടപ്പം നിൽക്കുന്നത്. പിന്നെ നമ്മള് മൂന്നാറിലെ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടി പോവാട്ടോ. പശുക്കളുടെ എണ്ണം പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പൊ എത്ര എണ്ണം പിടിച്ചു? ഒരു ഏകദേശം എന്റെ കഴിവില് 9. അയ്യോ കേട്ടോ, നോക്കൂ എന്തൊരു മനോഹരം, എത്ര നല്ല മനോഹരമാണ് ഇവിടെ. ഇവിടെ ചേച്ചി കണ്ട തയ്യലൊക്കെ വെട്ടി റെഡിയാക്കണേ. എന്താ ചേച്ചി പിന്നെ തയ്യല് വൃത്തിയാക്കണം. അതൊന്ന് പറഞ്ഞു കൊടുത്തേ. കണ്ണാട വെച്ച് പറഞ്ഞു കൊടുക്ക്. ആ കണ്ണാട വെച്ച് അതിന്റെ കണ്ണാടല്ലേ? ഒന്ന് പറഞ്ഞു കൊടുത്തേ എങ്ങനെ കാര്യങ്ങളെന്ന്. തൊഴിലാളികളുണ്ട്, ആ തൊഴിലാളികൾ ഇലകൾ ചെത്തിക്കൊണ്ട് ഉണക്കി, ആ ഉണക്കി പൊടിച്ചതിന്റെ ശേഷമാണ് നമ്മള് ദിവസവും കാലത്ത് കുടിക്കുന്ന ചായലായി മാറുന്നത്. ദിവസം കാലത്ത് ചായ കുടിക്കുമല്ലോ, ആ ചായയിലേക്ക് തന്നെ ചായ പൊടി. അതെനിക്ക് അറിയില്ലല്ലേ? എനിക്കറിയാം. എല്ലാ വീഡിയോയിലും നിങ്ങൾ ഉണ്ടാവും, നിങ്ങൾ പേടിക്കണ്ട. അടുത്ത വിശേഷങ്ങൾക്കായി മുന്നാർ മലയാളി എന്നുള്ളത് നമ്മളെ ഇന്റർവ്യൂ ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അസ്ലാംക്ക് അവിടെ എല്ലാ കണ്ണാടിലും ഭംഗി നോക്കുന്നുണ്ട്. നമുക്കിനി തയ്യൽ തോട്ടങ്ങളൊക്കെ നടന്നിട്ട് വന്നിട്ട് വരാം. വണ്ടി ആരാണ്ടി നമ്മളിന്നൊരു പൊളിക്കും. അത് വണ്ടി വരൂടാ, വണ്ടി ടിക്കറ്റ് എടുക്കണം. തയ്യൽ തോട്ടം കാണാൻ വേണ്ടി പോകും. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കണം. പഞ്ചാബി ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് നോക്കിയ കണ്ടോ? ഷായത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാണ് പഞ്ചാബി ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ. കണ്ടാ ക്യാമറാമാൻ ഷജു ദാമോദരന്റെ ഒപ്പം ഷീല ചേച്ചി. നമുക്ക് പാറ അങ്ങോട്ട് കയറാം. ഒരു വഴിയുണ്ട് അതേനെ പോവാ. എന്നിട്ട് അത് ഇങ്ങോട്ട് ചാടുക, എന്നിട്ട് ഇതന്നെ നടന്നു വരിക. എന്നിട്ട് അതേനെ ഇറങ്ങാടാ, അതേനെ ഇറങ്ങാടാ. ഒരാൾക്കാ ചേച്ചിയമ്മയുടെ ഏത് ആറ്റിറ്റ്യൂഡ് കോട്ടിട്ടേട്ടയുടെ കോട്ടിട്ടേട്ട അവിടെ. ചേച്ചിയമ്മക്ക് വളഞ്ഞിരുന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ടാ. ഇവിടെ മൊത്തം ഇംഗ്ലീഷുകാരിയാണ്, പിന്നെ പഞ്ചാബികളും ആട്ടോ ഇവിടെ നിറച്ച്.
ഇവിടുത്തെ ഇംഗ്ലീഷുകാരും പഞ്ചാബികളാണ് ഇവിടെ നിറച്ചിട്ടോ. നമസ്കാരം. ഹായ് ഹായ്. അടിപൊളിയാട്ടാ. അടിപൊളി പറയാ. ഹായ് ഹായ്. കോടമഞ്ഞായിട്ടാ നമ്മള് ഇനി കുറച്ചും കൂടി പോകുമ്പോ ഒന്നുകൂടി കോടമഞ്ഞ് കൂടിട്ട കണ്ട അവിടൊക്കെ എന്താ ആ റോഡേ കാണാലേടാ. അങ്ങോട്ട് നോക്കി നോക്കി ആ റോഡേ കാണാലിയ. അങ്ങോട്ട് നോക്കി ഏറ്റവും റോഡേ തണവ് കൂടി നമ്മുടെ പള്ളി വിശാലിന് വേസിട്ട പോലെ ഉണ്ട്. അത്രക്ക് തണവ്. അയ്യോ സുഹൃത്തുക്കളെ, ഇത് നോക്കൂ, എന്തൊരു മനോഹരമാണ്. എന്താ ഇവിടെ പേടിയാവണല്ലേ. ഈ അറ്റത്തുനിന്ന് കണ്ടാ മതിട്ടാ. നോക്കുമ്പോ പേടിയാവണു. സുഹൃത്തുക്കളെ ശരിക്കും പിന്നെ പേടിയാവണു കേട്ടോ അതൊക്കെ കാണുമ്പോ. ഇതൊരു കോറിയല്ലേ അതോ കല്ലെടുക്കണ സ്ഥല. അവിടെ രണ്ടെണ്ണം എന്താ കല്ലിന്റെ മുകളിൽ കയറിയിട്ട് ഓരോന്ന് ചെയ്യണോട്ടാ. ഓക്കെ സ്ഥലം കാണുമ്പോ തന്നെ പേടിയുണ്ടോ. അത്രയ്ക്ക് അപകടം പിടിച്ചല്ലേ. നമ്മള് ഒരു 10 അടി ബാർക്കോട്ട് നിന്നിട്ട് കാണണം നല്ലത്. ശരിമാർക്ക് പ്രാന്താട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുന്നത്ത് കയറിക്കുന്നത്. എങ്ങനെയായിരുന്നു വീണ രസമാവും. ഫ്രണ്ട്സ് പൊറോട്ട അയച്ചത് ചെറുതായിട്ട് ഒരു പണി കിട്ടി. വാള് വെച്ച് വയറ് വേനിച്ചിട്ട് ലാസ്റ്റ് വായക്കൂടെ തന്നെ കളഞ്ഞു. എല്ലാവർക്കും പണി കിട്ടി ഗൈസ്. അവർക്ക് മൂത്രയ്ക്കാൻ ഇവര് കാര്യം സാധിക്കാനാണ്. നമ്മളിപ്പോ കാര്യം സാധിച്ചു വായിക്കൂടെ. ഒക്കെ പണി കിട്ടി പൊറാട്ട അയച്ചതൊക്കെ. ഇവിടെ ഇനി കാര്യം സാധിക്കാൻ വേണ്ടി പിന്നെ പറമ്പുള്ള കാര്യം കുഴപ്പമില്ല. അപ്പുറത്ത് ഇതാക്കാ വെള്ളം പിന്നെ പ്രശ്നമില്ല. ഫ്രണ്ട്സ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ വെച്ചാ ഇതാണ് പേര്, ആന ഇറങ്ങൽ ഡാം. അപ്പോൾ ഇതാണ് പേരിട്ടാ. അപ്പോൾ വെള്ളത്തൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും. കണ്ട അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാള് വെച്ചാൽ ഒരു സമാനമായി. ഇവിടെ പിന്നെ തെയ്യൽ തോട്ടമുള്ള കാരണമൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വായാനി ഡാമാണെന്ന് ഇത് കണ്ടപ്പോൾ നമ്മുടെ വായാനി ഡാം ഇതുപോലെ, പക്ഷെ തെയ്യൽ തോട്ടം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൂ അല്ലേ. അത് പറഞ്ഞ കേട്ടില്ലേ. ഇതുപോലെ തന്നെ ഞങ്ങളുടെ വായാനി ഡാം അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. സിനാണ്ട കണ്ണാടൊക്കെ വെച്ചിട്ട് എന്താ സിനാമിയെ വെയിൽ കൊള്ളാണ്ടിരിക്കാനേ. പിന്നെ അവിടെ ബോട്ട് സവാരിയൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ ഛർദി ഇന്നെ കൊണ്ടേ പോവുള്ളൂ കേട്ടോ. ചെറിയ ഛർദിക്കാൻ വന്നിട്ടില്ല. എൻ്റെ അവിടെയൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടെ ബാത്റൂമിൻ്റെ ബാക്കിലാണെങ്കിൽ അലാക്കിലെ മണം കേട്ടോ. ഛർദ്ദിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നമ്മളതുകൊണ്ട് തന്നെ ഈ മണം കൊണ്ട് തന്നെ ഛർദ്ദിപ്പിക്കും. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ് നിൽക്കുന്നത്. ഓക്കെ നമുക്ക് ഛർദ്ദിച്ചു വന്നത് വെള്ളം കുടിക്കണം. സ്ഥലത്ത് ആകെ പ്രശ്നമില്ല. പിന്നെ എന്ത് സാധനം വാങ്ങിച്ചാലും ഗൂഗിൾ പേ അല്ലാണ്ട് പറ്റില്ല കേട്ടോ. പൈസ കൊടുത്താലും ഇവർ വാങ്ങില്ല. എന്നൊരു സാധനം വാങ്ങിച്ചാലും പെട്ടു കേട്ടോ. കയ്യിൽ പൈസ ഉണ്ടായിട്ടും അത് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. കൊടുത്തവർ വാങ്ങണില്ല. പ്രോബ്ലം മറ്റവർക്ക് ചെയ്തിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. 10-20 മിനിറ്റായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ. ഇവിടെ ഒരു റൈഡുകളുണ്ട്. അപ്പോൾ അതിൽ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഒക്കെ ആണെങ്കിൽ ഗൂഗിൾ പേ അല്ലാണ്ട് ഒരു സംഭവം വരും. ഇപ്പോൾ ഗൂഗിൾ പേയിൽ കൈവശം കൊടുക്കണ്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാം. ഒരു 11 ടിക്കറ്റ് എടുക്കാം. സംഭവം നടക്കണില്ല. ഇവിടെ റേഞ്ചും ഇല്ല. കയ്യിൽ പൈസ ആയിട്ട് ഗൂഗിൾ പേ ചെയ്യാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ. ഇവിടെ റേഞ്ച് ഇല്ലാത്ത കാരണം ഒരു കാര്യം നടക്കണില്ല. ഞങ്ങൾക്ക് അതിൽ കയറാൻ പോലും പറ്റിയില്ല. കയ്യിൽ പൈസ ഉണ്ട് എന്നാലും അവർ സമ്മതിക്കുന്നില്ല. ഗൂഗിൾ പേ തന്നെയാണ്. ഗൂഗിൾ പേ ഇവിടെ വർക്ക് ചെയ്യുന്ന പോലും ഇല്ല. എല്ലാവരും കൂടി നല്ലൊരു ഫുഡ് കഴിക്കുന്ന സ്ഥലം നോക്കി തപ്പാട്ടാ. ഒന്നല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ സാധാ ചോറിട്ടാം. ഫുഡ് കഴിക്കുന്ന സ്ഥലം നോക്കി തപ്പാട്ടാ. തപ്പി പിടിച്ച് അങ്ങനെ ഒരു ഹോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്നു.
ഫുഡ് കഴിക്കാൻ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്, അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ ബിരിയാണി ആയിട്ടാണ്. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫുഡാണ് കേട്ടോ. പിന്നെ നല്ല മഴക്കാർ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോകട്ടെ. നമ്മൾ ഇവിടെ നിന്ന് അടുത്ത് തന്നെ ആയിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ട്. നമ്മൾ നേരെ ഞാൻ അങ്ങോട്ട് പോകട്ടെ. ഇതാണ് 2 നില ബസ് കേട്ടോ, 2 നില ബസ്. ഇന്ന് നമുക്ക് രാത്രി ഫുഡ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. നമ്മുടെ പച്ചക്കറി നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് നമ്മുടെ റിസോർട്ട് ഇട്ടാ. അത് 3% ചാർജ്. നമുക്ക് വേഗം റിസോർട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. റിസോർട്ട് ഒരു അപാരം ഇറക്കാട്ടോ, ഒരു 1 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അടിക്ക്, മുകളിൽ നിന്ന് അടിക്ക് ഇട്ടാ. എന്നിട്ടാണ്ടോ റിസോർട്ട് സെറ്റ് റിസോർട്ടാട്ടോ. ഇരിക്കാനുള്ള സെറ്റപ്പും ഇരിക്കാനുള്ള സെറ്റപ്പും ഒക്കെ ഉണ്ട് കേട്ടാ. ഫുഡ് കഴിക്കാനുള്ള നല്ല സെറ്റപ്പ്. ഇതാണപ്പോ നമ്മൾ നിൽക്കാൻ പോണ നമ്മളെ റിസോർട്ട്. ഉള്ളു കാണിച്ചതാട്ടാ. ഇതാ വീട്ടിന്റെ ഇതാ കയറി ചെല്ലുമ്പോ ഒരു ബെഡ് ഇവിടെ കയറിട്ടാട്ടാ. ആകെ 2 റൂമുള്ളോ. ബാത്റൂം പിന്നെ ഇവിടെ യേശുവിന്റെ പടം ഉണ്ട്. പിന്നെ ഇതാ അടുത്ത റൂം. അങ്ങനെ ടോട്ടല് 3 ബെഡ് ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ എന്താ ബാത്റൂമിൽ ഡോറൊക്കെ കൂട്ടിയേക്കാം. അങ്ങനെ 3 ബെഡ് ഉണ്ട് ഇവിടെ. ഹലാക്കിലെ കയറ്റാട്ടത് 1.5 കയറ്റാ. റൗഫൊക്കെ ഇത് കയറി ഇറങ്ങി തടി പറയും. രാംഷായ്ക്കൊക്കെ 2 ദിവസം കൊണ്ട് പറയും. ഞാൻ ഇവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു റൗഫൊക്കെ ഒരു പിണ്ടി ആയി നടന്നിട്ടാ. അപാര കയറ്റാ. പറയാളെ എന്താണ് അസുല് പണി പാടിപ്പിച്ചു. ഡ്രൈവർ പേർക്ക് വരെ വയ്യാണ്ടേ, ഡ്രൈവറിന് വയ്യാണ്ടേ. നമ്മളെന്ത് സാഹചര്യം നിസ്കാരം വിട്ടിട്ടൊരു കളി പാടില്ല. നിസ്കരിക്കാതെ ഇതൊക്കെ നമ്മള് റെഡിയാക്കണം. അല്ല ഒക്കെ കള്ളാവ് കിട്ടി നമ്മള് മരുവാ കൊടുത്തതിന് അസറിലായിട്ടുള്ള. നമുക്ക് ഇവിടെ നിന്ന് നിസ്കരിക്കാം. കിബില ദാട്ട വരുന്നത്, നമുക്ക് ഇവിടെ നിന്ന് നിസ്കരിക്കാം. ഇപ്പൊ ഇതാണ് കേട്ടോ വ്യൂ. കാണാനൊരു അപാര ലുക്ക് തന്നെ അല്ലേ, കാണാൻ അടിപൊളി. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ അധികം ആയിട്ടില്ലൊന്നുമില്ല. ഇത് കോണിപ്പടി ഇട്ട് ഇറങ്ങി പോകാൻ നമുക്ക് പകുതി വരെ പണിഞ്ഞിട്ടുള്ളതെന്നുള്ള കോണിപ്പടി ഇട്ടാ. വ്ളോഗായി ഞാൻ വീണ്ടും വരും. അപ്പം ശരി, അപ്പം നാളെ കാണാം.